ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിൽ ശാരിക പാടിയ നേരം. ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിൽ ശാരിക പാടിയ നേരം. ഓർമ്മകളിൽ തെളിയുകയായി പൊന്നോമനതൻ രൂപം. ഹിന്ദോള രാഗത്തിലുള്ള ഒരു ഓണപ്പാട്ടാണിത്, ഉത്സവഗാനം. അപ്പോൾ പുതിയൊരു ഓണം കൂടി വരവായി. എല്ലാവർക്കും ഓണാശംസകൾ. ഈ പ്രശസ്തി എന്നുള്ള സംഗതി അത് പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമ്മളെ 10 ആളുകൾ അറിയണം, ദേശവും ദേശാന്തരങ്ങളിലും നമ്മുടെ പേരുകൾ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അങ്ങ് പ്രശസ്തനായി അങ്ങ് ഉയർന്ന നിലയിലെത്തിയ ആൾ പെട്ടെന്ന് താഴോട്ട് കൂപ്പുകുത്തുന്നത് കാണാം. കാരണം പ്രശസ്തി എന്ന് പറയുമ്പോൾ അതൊരു തരം ബന്ധനമായി മാറുന്ന ഒരവസ്ഥയും ഉണ്ട്. പണ്ട് ഞാൻ ചില മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ, സർക്കാർ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ചെറിയ അനുഭവമുണ്ട്. അവിടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പേര് ഇങ്ങനെ അടിച്ചു വരാനോ അല്ലെങ്കിൽ ആ പേരിങ്ങനെ കേൾപ്പിക്കാനും കാണിക്കാനും അത് എഴുതി കാണിക്കുന്നത് കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേര് നെയ്യാറ്റിൻകര ജയചന്ദ്രൻ എന്നാണ് ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയപ്പെട്ടിരുന്നത്. അന്ന് കവിത, കഥ, പ്രക്ഷേപണ കല, ഇതിലൊക്കെ ചെറിയ ചെറിയ സംഭാവനകൾ നൽകിയ ഒരാളായിരുന്നു. അപ്പം നെയ്യാറ്റിൻകര ജയചന്ദ്രൻ എന്ന രീതിയിൽ കവിതകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് കത്തുകൾ വരും. ആരാധകരുടെ എണ്ണം കൂടി. ഇങ്ങനെ ആളിനെ കാണണമെന്നൊക്കെ പറഞ്ഞ ആളിങ്ങനെ വരവായി, കത്തുകൾ അയക്കുകയായി. മാധ്യമത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നമ്മൾ അറിഞ്ഞു തുടങ്ങി, നെയ്യാറ്റിൻകര ജയചന്ദ്രൻ യവനാ. കാരണം നമുക്ക് വലിയ അഭിജാത്യമൊന്നുമില്ല, രാജപരമ്പരയുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. കരയോഗത്തിൻ്റെ ആളാണോ, യൂണിയൻ്റെ ആളാണോ, ഏത് ഇടവകയിലാണ് ഇയാൾ എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങി. അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ ആളുകൾ നമ്മൾ അറിയാൻ തുടങ്ങി. യവൻ നെയ്യാറ്റിൻകര ജയചന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. വെറും വാഴ. ആളുകളങ്ങനെയാണ്. ഇപ്പോൾ ചാരായം വാറ്റിയും കള്ളുകടത്തിയും മറ്റ് കൊള്ള നടത്തിയൊക്കെ വലിയ ആളായി, വലിയ മാണിയർ കെട്ടിടങ്ങളൊക്കെ പണിത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് അന്ന് വില ആ കാലഘട്ടത്തിൽ. ഇന്നും അങ്ങനെ തന്നെയാണെങ്കിൽ പോലും ഇന്നിപ്പോൾ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. പക്ഷെ അവസരങ്ങൾ ഒരുക്കി കിട്ടിയാൽ അത് കഴിവുണ്ടെങ്കിലേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, നിലനിർത്തി പോരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നെയ്യാറ്റിൻകര ജയചന്ദ്രൻ ആളുകളുടെ ആ ഒരു കളിയാക്കലും, പ്രത്യേകിച്ച് നാട്ടുകാരുടെ കളിയാക്കൽ, അവസാനം ഞാൻ ആ പേരങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ഒരു ചെറിയ ജോലി ലഭിച്ചതിൻ്റെ ഫലമായിട്ട് എറണാകുളത്ത് വരേണ്ടി വന്നു. അന്ന് ആകാശവാണിയുടെ കൊച്ചി FM ഒരു പരിപാടി ഉണ്ടായിരുന്നു, നവതരംഗം. അമ്പോ, ഇതിലിങ്ങനെ ചലച്ചിത്ര ഗാന മത്സര പരിപാടിയാണ്. ഒരു തേവരയുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്നാണ് ഇത് തയ്യാറാക്കുന്നത്. ഞാൻ വെറുതെ ഒരു നമ്പർ കൊടുത്തു, ഇന്ന ദിവസം ചെല്ലാൻ പറഞ്ഞു. തേവരയിൽ ചെന്നു, ഒരു ഗാനം അങ്ങോട്ട് ആലപിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ നവതരംഗം അതിലിങ്ങനെ പ്രക്ഷേപണം ചെയ്തു. അപ്പോൾ അങ്ങനെ ആ റെക്കോർഡ് ചെയ്ത അതിൻ്റെ ആൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ വീടെവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാക്കനാടാണ് താമസിക്കുക. അപ്പോൾ ജയൻ കാക്കനാട്. അത് കേട്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ അവസാനം കുറേ പേരുകൾ പറഞ്ഞു. ജയൻ, വെറും ജയൻ, ജയൻ എന്നായിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു തൃക്കാക്കര, ജയൻ തൃക്കാക്കര. അങ്ങനെ ഞാൻ ജയൻ തൃക്കാക്കര എന്ന പേര് അങ്ങോട്ട് സ്വീകരിച്ചു. കാരണം തൃക്കാക്കര എന്ന് പറയുമ്പോൾ വലിയ പ്രശസ്തമായ അമ്പലമുള്ള വാമനമൂർത്തി മഹാവിഷ്ണുവിൻ്റെ വലിയൊരു അമ്പലമാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ജയൻ തൃക്കാക്കര എന്ന പേരിൽ കുറേ പാട്ടുകൾ ഇങ്ങനെ ആ നവതരംഗം പരിപാടിയിലൂടെ ഇങ്ങനെ അവതരിപ്പിച്ച് ഒരു കുമള പ്രശസ്തിയെ കിട്ടി. അപ്പോൾ ഈ തിരക്ക് പിടിച്ച നഗരത്തിൽ ആരും ആരുടെയും
ഒന്നും നോക്കാറില്ല. അങ്ങനെ വളരെ മത്സര ബുദ്ധിയുള്ള നഗരമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടേതായ സംഭാവനകൾ, ക്രിയേറ്റിവിറ്റിയൊക്കെ അവതരിപ്പിക്കാൻ അവസരങ്ങൾ വന്നു. അപ്പോൾ അതാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പേരിനോടൊപ്പം നമ്മൾ അറിയപ്പെടുന്ന ഒരു തരം ബന്ധനമായിട്ട് മാറാറുണ്ട്. കഴിയുന്നതും ആരും അറിയാതെ ഇങ്ങനെ നിശബ്ദനായിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എന്തുകൊണ്ട് നെയ്യാറ്റിൻകര ജയചന്ദ്രൻ ജയൻ തൃക്കാക്കര ആയി മാറി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ചിലർക്ക് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ അങ്ങനെ ചില വരികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നാട്ടുകാരുടെ ഒരു കളിയാക്കലും അങ്ങനെയുള്ള കാര്യം കൊണ്ട് ഞാൻ ആ പേരങ്ങ് മാറ്റി. ഇപ്പോൾ ജയൻ തൃക്കാക്കര എന്നാണ് ഞാൻ ഭൂലോകം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ പേരും ഈ അറിയപ്പെടൽ തന്നെ ഒരുതരം ബന്ധനമായി മാറുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പ്രശസ്തി പലപ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും, അത് കുപ്രസിദ്ധിയാവും. കാരണം നമ്മൾ അറിഞ്ഞു വരുമ്പോൾ നമ്മളൊന്നുമല്ല, നമുക്ക് ഒരു ബേസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ബേസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രശസ്തി ആവശ്യം. അതായത് അങ്ങനെയുള്ളവർ മാത്രം പ്രശസ്തരായാൽ മതി. നമസ്കാരം.